പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ഇതറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങളുടെയും ഈ നഗരത്തിൻ്റെയും നഗരവാസികളുടെയും മേൽ നിഷ്കളങ്ക രക്തമായിരിക്കും പതിക്കുക. എന്തെന്നാൽ ഈ വാക്കുകൾ നിങ്ങളോട് പറയാൻ സത്യമായും കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വായനയിൽ ജെറമിയ പ്രവാചകനെ കൊല്ലാനായിട്ട് അവർ വട്ടം കൂട്ടുമ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ്: പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരും ജനത്തോട് പറയുന്നുണ്ട്, ഇവൻ മരണത്തിനർഹനാണ്, എന്തെന്നാൽ ഇവൻ ഈ നഗരത്തിനെതിരായി പ്രവചിച്ചിരിക്കുന്നു. അപ്പോഴാണ് ജെറമിയ പറയണത്, ഞാൻ കർത്താവ് പറഞ്ഞ അവൻ്റെ നാമത്തിലാണ് ഞാൻ നിങ്ങളോട് അവൻ പറഞ്ഞത് പറയാൻ വേണ്ടിയിട്ടാണ് സത്യമായും ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇതേ ഒരു രംഗം നമ്മൾ സുവിശേഷത്തിലും കാണുന്നുണ്ട്. കർത്താവിൻ്റെ വാക്കുകൾ വചനങ്ങൾ വിളിച്ചു പറയുന്ന സ്നാപക യോഹന്നാനെ കൊന്നുകളയുന്ന ഹെറോദസിനെ കുറിച്ചിട്ട്. എന്നാൽ വിശുദ്ധ അൽഫോൻസ് മരിയ ലിഗോരിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇതേ ഒരു സിറ്റുവേഷനിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. റിഡംതോറിസ് രക്ഷകൻ്റെ സഭ, റെഡംറ്ററിസ്റ്റ് സഭ സ്ഥാപിക്കുന്ന ഒരാളാണ് വിശുദ്ധ അൽഫോൻസ് മരിയ ലിഗോരി. അത്രയ്ക്ക് തീക്ഷ്ണതയോടെയും കാർക്കശ്യത്തോടുകൂടെയും തൻ്റെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ തന്നെ തിരിയുന്നതായിട്ട് കാണും. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ലോകത്തോട് പറയാനായിട്ട് തൻ്റെ സഭാംഗങ്ങളെ അദ്ദേഹം നിർബന്ധിക്കുമ്പോൾ അവർ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് തിരിയുന്നൊരു കാഴ്ചയുണ്ട്. ഇത് അൽഫോൻസ് മരിയ ലിഗോരിക്ക് കിട്ടുന്നത് ജെറമിയ പ്രവാചകൻ എങ്ങനെ കിട്ടിയോ, വിശുദ്ധ സ്നാപക യോഹന്നാൻ എവിടെ നിന്ന് കിട്ടിയോ, അതേ സ്വർഗീയ വെളിച്ചം കൊണ്ടാണ് അൽഫോൻസ് മരിയ ലിഗോരി തൻ്റെ ഈ സഭ സ്ഥാപിക്കുന്നത്. അത്രയ്ക്ക് പണ്ഡിതനായിട്ടുള്ളൊരു മനുഷ്യൻ. ശരിക്കും പറഞ്ഞാൽ 16-ാമത്തെ വയസ്സിൽ നിയമത്തിൽ ബിരുദമെടുത്ത് കേസുകൾ വാദിക്കാൻ തുടങ്ങിയ ഒരാൾ. അത്രയ്ക്ക് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ പിന്നീട് കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ട് പറയുന്നുണ്ട്, ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് തരിക എന്ന സ്വർഗം എന്നോട് ആവശ്യപ്പെടുന്നു. ഇതാണ് അദ്ദേഹത്തിന് പറയുന്നത്. ലോകത്തെ ഉപേക്ഷിക്കുക, എന്നിട്ട് നിന്നെ തന്നെ പൂർണ്ണമായിട്ട് എനിക്ക് തരിക. സ്വർഗത്തിൻ്റെ സ്വരം ശ്രവിക്കുന്ന മനുഷ്യനാണ്. ജെറമിയ പ്രവാചകനോട് കർത്താവ് പറയുന്നുണ്ടല്ലോ, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ജനതകൾക്ക് പ്രവാചകനായി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. സ്നാപക യോഹന്നാൻ ആ വെളിച്ചം കണ്ടിട്ടാണ് അങ്ങനെ ആ ഒരു കർത്താവിന് വേണ്ടിയിട്ട് സാക്ഷിയാവാൻ വേണ്ടിയിട്ട്, നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് സ്നാപക യോഹന്നാൻ ഇറങ്ങിത്തിരിക്കണേ. ഇവരോടൊക്കെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നീ അവരെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ പറയുന്നതെല്ലാം നീ അവരോട് പറയണം, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. കർത്താവിൻ്റെ വാക്കാണേ. ഇതൊക്കെ കേട്ട് ഇതിൻ്റെ ഉറപ്പിന്മേലാണ് ഈ പ്രവാചകന്മാർ പോകുന്നതെങ്കിൽ അതേ ഉറപ്പിലാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി ജീവിക്കുന്നത്. ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ പൂർണ്ണമായി എനിക്ക് തരിക. എന്നിട്ട് അതിൻ്റെ പേരിൽ ആ ഒരു സ്വരമൊക്കെ കേട്ടിട്ടാണ് 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം രക്ഷകൻ്റെ സഭ സ്ഥാപിക്കുന്നത്. ഇന്ന് എത്രയോ നാടുകളിൽ ഇങ്ങനെ മനുഷ്യരോട് വചനം പറയുകയും സത്യം പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സഭയായിട്ട് അത് നിലനിൽക്കുന്നു എന്നറിയണം. കർത്താവ് പറഞ്ഞതുകൊണ്ടാണ്, കർത്താവ് പറഞ്ഞേൽപ്പിച്ചതുകൊണ്ട് അതങ്ങനെ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സഭാംഗങ്ങൾ അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കത്തോലിക്ക സഭ അദ്ദേഹത്തെ മെത്രാനായി വാഴിക്കുന്നൊരു കാഴ്ചയുണ്ട്. പക്ഷേ അധികം ദിവസമൊന്നും അവിടെ നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല, തോന്നുന്നില്ല, ഉപേക്ഷിച്ചു പോരാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ മെത്രാൻ സ്ഥാനം വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ച് സഭയിലേക്ക് വന്നിട്ട് പിന്നെ മനുഷ്യരുടെ ആത്മാക്കളെ രക്ഷിക്കാനായി, മനുഷ്യാത്മാക്കളെ രക്ഷിക്കാനായി തീക്ഷ്ണമായി പ്രവർത്തിക്കുന്ന കാഴ്ചയുണ്ട്. ഈ എല്ലാ ദിവസവും നമ്മളിങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ദിവസം വചനം നമുക്ക് തരുന്നത്, ഈ വിശുദ്ധൻ നമുക്ക് തരുന്നത്, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. മിണ്ടാതിരിക്കരുതെന്നേ, തെറ്റാണെങ്കിൽ വിളിച്ചു പറയാൻ, കൂടെയുള്ളവരുടെ പ്രയാസങ്ങളിൽ സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ ഒക്കെയുള്ള നിയോഗമുണ്ടല്ലോ, മറന്നു പോകരുത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അത് നീ പറഞ്ഞില്ലെങ്കിൽ, നീ അവരെ ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ, നീ അവരുടെ സുവിശേഷം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരുടെ ലൈഫ് ഇങ്ങനെ കിടക്കും, അന്ധകാരത്തിൽ കിടക്കും. അതിനു വേണ്ടിയിട്ടല്ലല്ലോ. നീ അവരെ ആരെയും പേടിക്കണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്. നമുക്കൊന്ന് സംസാരിച്ചു തുടങ്ങാം ഈശോയ്ക്ക് വേണ്ടിയിട്ട്. ഈ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ തിരുനാളിൽ 1-ാം വായനയിൽ കാണുന്ന ജെറമിയ പ്രവാചകനും സുവിശേഷത്തിൽ കാണുന്ന സ്നാപക യോഹന്നാനും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന, വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ്.
ഒരു പറയണത് നിങ്ങളൊന്ന് സംസാരിച്ചു തുടങ്ങി ഈശോയ്ക്ക് വേണ്ടി. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുക, കർത്താവിൻ്റെ നാമത്തിൽ പറഞ്ഞു കൊടുക്കുക, സുവിശേഷം പറഞ്ഞ് അവരുടെ ജീവിതത്തെ ബലപ്പെടുത്ത്, പ്രത്യാശ കൊണ്ട് നിറയ്ക്കുക. ഇനി എന്നാ ഇതൊക്കെ? അധികം കാലമൊന്നും ഉണ്ടാവില്ലല്ലോ ജീവിതം. ഉള്ള കാലത്തെങ്കിലും ഇനി ഈശോയെ പറഞ്ഞു കൊടുക്കുന്ന, സുവിശേഷം വിളിച്ച് പറയുന്ന, ഭയപ്പെടാതെ ധൈര്യപൂർവ്വം ക്രിസ്തുവിന് സാക്ഷ്യം നിൽക്കുന്ന മനുഷ്യരായി മാറാൻ, ഇങ്ങനെ പരിപൂർണമായി ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ എനിക്ക് തരിക എന്നുള്ള വിശുദ്ധ അൽഫോൻസ് ലിഗോരിയോട് പറഞ്ഞ അതേ സ്വരം എന്നെയും പ്രചോദിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ, കർത്താവേ എനിക്ക് തെളിച്ചം തരണമേ എന്ന വലിയ അപേക്ഷയോടുകൂടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ പിതാവിൻ്റെ മുൻപിൽ, ദൈവദൂതന്മാരുടെ മുൻപിൽ ഞാനും ഏറ്റുപറയും. ഇന്ന് രാത്രി ഒരു സ്വപ്നം കാണണം. നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് എന്നെ ദൈവദൂതന്മാർക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊരു സ്വപ്നം. അതിനുവേണ്ടി ഒരു വാക്കെങ്കിലും ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവണം. നല്ല സ്വപ്നങ്ങൾ. ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.